ഇപ്രാവശ്യം ഒരു ദ്വീപിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ പോയി നോക്കാം അല്ലേ? ഓക്കെ, മുള്ള് ഏതാ മീൻ ഇത്? മഴ ഇടക്കിടക്ക് കൂടുകയല്ലേ? എടാ ഡ്രോൺ അങ്ങോട്ട് പോയി. പോയിട്ടോ, നീ ഇതായിട്ട് പോയില്ലേ? ഡ്രോൺ പോയിക്കോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഞാൻ വീണ്ടും വന്നു കേട്ടോ, പുതിയൊരു അടിപൊളി അഡ്വഞ്ചറായിട്ട് വീണ്ടും ഞാനും പണിക്കാരനും കൂടിയിട്ട് ഒരു സ്ഥലം നോക്കി ഇറങ്ങിയിട്ടുണ്ട്. സ്ഥലത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. ഇപ്രാവശ്യം ഒരു പുതുമയാണ്. ഇപ്രാവശ്യം ഒരു ദ്വീപിലേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതൊരു സർവൈവൽ സീരീസ് ആയിരിക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടി ഇറങ്ങിയതാണ്. ഒന്നും അറിയില്ല, ഇപ്പോൾ സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്ഥലം എത്താനും കുറച്ചും കൂടി നടക്കാനുണ്ട്. അവിടെ പോയിട്ട് വേണം ആ ദ്വീപിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളതൊന്നും അറിയില്ല. അവിടെ പോയിട്ട് വേണം നോക്കാൻ. അവിടെ ഒരു തോണിയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടത്. എന്തായാലും പോയി നോക്കാം. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിക്ക് കാണാം. ചേട്ടാ, ചേട്ടൻ്റെ വീട് ഇവിടെ തന്നെയാ? ഇവിടെ തന്നെയാ വീട്? അതെ, നമുക്ക് അങ്ങ് അക്കരെ കാണുന്നില്ല ഒരു ദ്വീപ്, ആ ദ്വീപിലേക്ക് പോകാൻ പറ്റുമോ? നിങ്ങൾക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ട്, പാമ്പും. അല്ല, അങ്ങനെ പോക്കൊന്നുമില്ല. അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. മൃഗങ്ങള് പോകാൻ പറ്റുമോ അവിടെ? ആരും പോക്കൊന്നുമില്ല. അയ്യോ, അവിടെ ആരും പോകാറില്ല പോലും. എന്തെയ്യാ? ഇല്ലല്ല, മൃഗങ്ങളൊന്നും ഇല്ലല്ലോ അവിടെ? മൃഗങ്ങളൊക്കെ ഉണ്ട്, പാമ്പും. വലിയ മൃഗങ്ങളൊന്നുമില്ല. അവിടെ ആ സൈഡാണല്ലേ? അങ്ങടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ അവിടെ ഒരു ദ്വീപ് വന്നില്ല, നടുക്ക്. ഇതിലേ അതിന് നടുക്കൂടെ അങ്ങനെ പോണം. മൃഗങ്ങള് വലിയ മറ്റേ കടുവ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ലല്ലോ? ചെറിയ മൃഗങ്ങള്. നമ്മൾ ഈ ക്യാമ്പിങ്ങിന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മള് മെയിനായിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ കാട്ടിനകത്തൊക്കെ പോയിട്ട് ടെന്റും ഇതൊക്കെ ചെയ്തിട്ട് ക്യാമ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത ഒരാൾ പറഞ്ഞ അറിവിൽ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. സ്ഥലമൊന്നും അറിയില്ല. നിങ്ങൾ സോണിയും കൊണ്ട് വരുന്ന കണ്ടപ്പോൾ
നിങ്ങൾ അവിടെ ഡ്രോപ്പ് ആയിരുന്നെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് ഒരു ക്യാമ്പ് ചെയ്യാന്ന് വെച്ച് വന്നതാണ്. അപ്പൊ നിങ്ങൾ എവിടുന്നാ വരുന്നത്? നമ്മൾ ഇവിടെ തന്നെ, വയനാട്ടിൽ തന്നെയാ. അക്കരക്കുന്നിലൊരു ദ്വീപുണ്ട്. അതെ, ആ ദ്വീപിനെ പറ്റി തന്നെ അവിടെ പോയി ക്യാമ്പ് ചെയ്യാനാണ് എന്റെ ഉദ്ദേശം. അവിടെ മൃഗങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഈ കടുവ അങ്ങനത്തെ അങ്ങനത്തെ ഒന്നുമില്ല, ചെറിയ മൃഗങ്ങളേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അവിടെ വിട്ടുതരാൻ പറ്റുമോ? അവിടെ വിട്ടിട്ട് നമ്മളെങ്ങനെ തിരിച്ച് നമ്മളിപ്പോ 3 ദിവസം അവിടെ നിൽക്കും. 3 ദിവസം നിൽക്കാനാണ് പ്ലാന്. തിരിച്ചെങ്ങനെ 3 ദിവസം കഴിഞ്ഞാൽ അല്ല, നിങ്ങളെങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും? നിങ്ങൾ തിരിച്ചിങ്ങോട്ടേക്ക് വിളിക്കാൻ വേണ്ടി ഒരു പണി ചെയ്താലോ? 3-ാം ദിവസം രാവിലെ നമ്മള് 3-ാം ദിവസം ഇപ്പോ ശനിയാഴ്ച, ഞായർ, തിങ്കൾ, ചൊവ്വാഴ്ച രാവിലെ നമ്മൾ അവിടെ ആ കരയിൽ നിന്നിട്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വരും. നിങ്ങൾ ഇവിടെ തന്നെ അല്ലേ വീട്? ഞാൻ ഇവിടേക്ക് വരാം, രാവിലെ വരാം. വീട് എവിടെയാ? അവിടെ നിങ്ങൾ അവിടെ വരുമോ? ചൊവ്വാഴ്ച രാവിലെ അവിടെ വരുമോ നിങ്ങൾ? ആദ്യം നമുക്കൊന്ന് പോയി നോക്കാം. ആദ്യം ഞങ്ങള് വന്നു. അപ്പൊ നമ്മളേ ആദ്യം ഒന്ന് പോയി നോക്കട്ടെ. പുള്ളി ഡ്രോപ്പ് ചെയ്യുന്ന പറഞ്ഞ പുള്ളി ഇവിടെ ഉള്ള ആളാണല്ലോ, ഈ ലോക്കലിലുള്ള ആളായതുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മള് 3 ദിവസം അവിടെ പോയി ക്യാമ്പ് ചെയ്യേണ്ട പരിപാടിയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച, ഞായർ, തിങ്കൾ, ചൊവ്വാഴ്ച രാവിലെ പുള്ളി അവിടെ വന്ന് പിക്ക് ചെയ്തോളാന്ന് പറയുന്നത്. അപ്പൊ പോയി നോക്കാം അല്ലേ? ഓക്കെ, നടക്കിരുന്നോ? അവിടെ ഇരുന്നാ പറ്റില്ല. ബാലൻസ് കിട്ടില്ല. നിലത്ത് കുറച്ചിപ്പത്തിരിക്കും. കുറച്ചുകൂടി ഇപ്പുറത്ത് നേരെ സെന്ററിലും ഇരുന്നാൽ മതി. നേരെ ഇരുന്നാ മതി, കുഴപ്പമൊന്നുമില്ല. നേരെ കാല് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതാ നമ്മള് ഏകദേശം നടുക്കെത്തിയിട്ടുണ്ട്. പുള്ളിയുടെ പേര്, ചേട്ടന്റെ പേരെന്താ? ഗോകുൽദാസ് എന്നാണ് പേര് ചേട്ടാ. പുള്ളിയാണ് നമ്മളെ അവിടെ കൊണ്ടുവിടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. പുള്ളിനെ ഇപ്പൊ ഇവിടെ വെച്ച് പരിചയപ്പെട്ട് അപ്പൊ തന്നെ പുള്ളി എഗ്രി ചെയ്ത്. അപ്പോൾ വയനാട്ടുകാരുടെ ഒരു മനസ്സുണ്ടാ, അത് എന്തായാലും അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ പണിക്കാരനെ നല്ല പേടിയുണ്ട് കേട്ടാ. അനങ്ങാതെ പ്രതിമ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ് പുള്ളി. പ്രതിമ ഇരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. പറഞ്ഞാരില്ല, വലിയ ആയുള്ള സ്ഥലം. ഇവിടെ എത്ര ആയുണ്ടാവും? ഒരു 10 ആളെ താഴ്ച ഉണ്ടെന്ന് പറയുന്നത്. റിസ്ക് ആണ്, പക്ഷെ അതിനും വലിയ റിസ്ക് ആണ് നമ്മളിപ്പോ പോകുന്ന സ്ഥലം. അതെയാ, 2 പുഴയിലേക്ക് മാറിപ്പോകുന്ന സ്ഥലമാണെന്ന് പറയുന്നത്. എന്തായാലും വൈബ് സൂപ്പറാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുന്നത്. എന്തായാലും അവിടെ എത്തിയിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. നല്ല സ്പീഡ് പോകുന്നുണ്ടല്ലോ അല്ലേ? ഒഴുക്കിന് നേരെ നീങ്ങുന്നുണ്ടായിരിക്കും അല്ലേ? ഒഴുക്കില് കൊട്ടത്തോണി ഇങ്ങനെ പോകും. ഇതാ വശം നോക്കി പിടിക്കുകയാണെങ്കിൽ നല്ല സ്പീഡ്.
ഏകദേശം ദ്വീപിലെത്തിയിട്ടുണ്ട്. ഇതെവിടെയാണ് നമ്മളിപ്പോൾ ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ദ്വീപ് കേട്ടോ, കംപ്ലീറ്റ്. ഇവിടെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അക്കരയിൽ നിന്ന് വന്നതല്ല. ഇവിടെ 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 കുറച്ചും കൂടി ഒരു വൃത്തിയുള്ള സ്ഥലം ഉണ്ടായിരുന്നു നന്നായിരുന്നു അല്ലേ? കംപ്ലീറ്റ് പായലാണ്. ഇവിടെ ഇവിടെ ഇറങ്ങാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് ഇറങ്ങാം. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല. അതെ അതെ. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ പോവല്ലേ? എന്താ ചൊവ്വാഴ്ച രാവിലെ ഈ സമയം ഇവിടെ തന്നെ എത്തുമോ? ഓക്കെ ചേട്ടാ. അപ്പൊ നമ്മള് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്, ഒരു ദ്വീപിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ എന്താന്ന് അറിയില്ല. പുള്ളി എന്തായാലും പോകുന്നുണ്ട്. കാരണം പുള്ളി പോന്ന ഇപ്പൊ ചൊവ്വാഴ്ച രാവിലെ ഇവിടെ തന്നെ നിക്കാട്ടോ. ഓക്കെ. ഭയങ്കര ദ്വീപ് തന്നെയാട്ടോ ഇത്. മൊത്തം കാടാണല്ലോ. അതെ അതെ അതെ. ഇങ്ങോട്ട് പോയോക്കല്ലേ? അങ്ങോട്ട് കാടാണ്. അതെ. ഓ ഭയങ്കര കാടാട്ടാ. മുള്ള്. ഇതുകൊണ്ടാണ് ക്യാമറ എടുക്കാണ്ടിരുന്നത് കേട്ടോ. കുറച്ചു നേരം ഇതേപോലെ വയ്യായിരുന്നു. ഇവിടെ മാനോ കാട്ടാടോ എന്തോ ഉണ്ട്. നിലത്ത് കുളമ്പിന്റെ അടയാളം കാണുന്നുണ്ട്. ആ കുറച്ചൊരു നല്ല സ്ഥലത്ത് എത്തിയട്ടാ. അയ്യോ മുള്ള്. ഓക്കെ. വന്ന വഴി നോക്കിയട്ടെ. നിറച്ചും മുള്ളു. നിലത്ത് മാനിൻ്റെ കുളമ്പ് അടിയാളം കാണുന്നുണ്ട്. മാനായിരിക്കും അധികം. മാനും എല്ലാം കാട്ടാടായിരിക്കും.
ഇവിടെ എങ്ങനെ കാട്ടാട് വന്ന് പെടുന്നെന്ന് അറിയില്ല. ഇത് കുറച്ച് നല്ല സ്ഥലം അല്ലേ? ഇനിയിപ്പം വേറെ എവിടെയെങ്കിലും പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാം. മൊത്തം വേർത്ത് കുളിച്ച്. അതെ, പോവാന്നാലേ. എവിടെ? ആ സൈഡ് പോലെ ഇതിലെ വഴിയുണ്ടോ? ഇവിടെ നിലത്തൊക്കെ മറ്റേ മാൻ്റെ ഇത് കാണുന്നുണ്ട് കേട്ടോ, കാഷ്ടം. മാനാണോ കാട്ടാടാണോ എന്നറിയില്ല. മാൻ തന്നെയാ, മാൻ്റെ ഷേപ്പാണിത്. മാനുണ്ടെ മറ്റുള്ള ജീവി ഉണ്ടാവും കേട്ടോ. ആ അതെ. ഈ പശുക്കളൊക്കെ ഉണ്ടാ, ഇത് ഈ ദ്വീപില് വളർന്ന പശുക്കളാട്ടാ. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു മുമ്പേ ഇവിടെ ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. പിന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ ഒഴിപ്പിച്ചപ്പോൾ ഇവിടെ പെട്ടുപോയ പശുക്കളാണ്. ഇതിപ്പോൾ പെറ്റ് വരികയണ്ട, എല്ലാം ഒരേ കളർ. കുത്തുവോന്നറിയില്ല. പോവാ, നമുക്ക് പോവാം. ആ അടിപൊളി സ്ഥലം അല്ലേ? കുറച്ചൊരു പ്ലെയിൻ ആയിട്ടുള്ള. ആ പിന്നില് നമ്മളെ വന്ന ആ ഇതും കാണുന്നുണ്ട്, റിവർ. നമ്മളെവിടെ നിന്നായിരിക്കും വന്നേ? ആ തലക്കുന്നായിരിക്കും അല്ലേ? ടാങ്ക് പോലെ അതിന്റെ അപ്പുറം അല്ലേ? ആ ചേട്ടൻ വരുമോ? ഇവിടെ ആണെങ്കിൽ റേഞ്ച് പോലും കിട്ടുന്നില്ല. ആ ചില സ്ഥലത്തുണ്ട്, പക്ഷെ ശരിക്കും കിട്ടുന്നില്ല. ഇവിടെ ടെന്റ് അടിച്ചാലോ? ഇവിടെ നല്ല സ്ഥലല്ലേ? ആ ആ ഇന്ന് ഇവിടെ നിൽക്കാം. ഇന്ന് ഇവിടെ കുറച്ചൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് തന്നെ നിൽക്കാം. ഈ ഉള്ളോട്ടുള്ളവട്ടൊക്കെ ഭയങ്കര കുറ്റിക്കാടാ. അങ്ങോട്ട് വെക്കാൻ പറ്റുമോ? അടുത്തടുത്ത് തന്നെ വെക്കാട്ടാ കുറച്ച്. എന്താ കാര്യം എന്താ അറിയോ, ഇവിടെ മാന് കാട്ടാടൊക്കെ ഉണ്ട്. അതിന്റെ ഒരു ലക്ഷണം കാണുന്നുണ്ട്. അപ്പോ അതിനെ പിടിക്കാൻ മറ്റുള്ള ജീവികളും വരാൻ സാധ്യതയുണ്ട്. പുലിയല്ല, മറ്റേ സാധനം വരും, നീന്തി വരുവേ. കടുവ 10-30 കിലോമീറ്ററോളം നീന്തി വരും. അല്ല, ആദ്യം അതിന്റെ ഒരു അറ്റൻഷൻ മനസ്സിലുള്ളത് നല്ലതാ. ആ അപ്പോൾ ഗൈസ്, ഞാൻ ടെൻ്റൊന്നും ഇവിടെ സെറ്റാക്കട്ടെ. നല്ല തളർന്ന് ഒരു രക്ഷയില്ല. പെട്ടെന്ന് തന്നെ ഒരു ടെൻറ്റ് സെറ്റാക്കി കുറച്ചു നേരം വിശ്രമിക്കാലോ. നിങ്ങൾ പറഞ്ഞ പ്രകാരം ടെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാൽ നിങ്ങൾ ഒരുപാട് പേര് പറഞ്ഞ് ടെൻറ്റ് കൊണ്ടുവരണം, അതുകൊണ്ട് കൊണ്ടുവരണം. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സ്റ്റാർട്ടിങ്ങിലെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്ന് ടെൻറ്റ് സെറ്റ് ചെയ്യട്ടെ. ഇനി വലിയ കാര്യമൊന്നുമില്ല. ഇതിങ്ങനെ അങ്ങ് തുറന്നു കഴിഞ്ഞാൽ എളുപ്പമുള്ള ടെൻറ്റാണ്, കുറച്ച് വലിപ്പമുള്ള ടെൻറ്റുമാണ്. അതുകൊണ്ടാണ് ക്യാരി ചെയ്ത് നടക്കലാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ ഇവിടെ വെക്കാം, ഇവിടെ വെക്കല്ലേ? ഇവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തേലും വന്നു കഴിഞ്ഞാലും മനസ്സിലാവില്ല. ഇവിടെ വെക്കാം. ഇവിടെ മറ്റേ ഒരു കാട്ടുപശുവിനെ കണ്ടില്ലേ? ഇവിടെ ഒരു കറുത്ത കളറിൽ അതിൻ്റെ ചാണകമൊക്കെ കാണുന്നുണ്ട്. മുള്ളുണ്ട് കേട്ടോ ഇവിടെ.
നിലത്ത് നല്ല പുല്ല്, അതുകൊണ്ട് വേറെ ഒന്നും ആവശ്യം വരില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു ഷീറ്റ് ഉണ്ട്, അത് അടിയിൽ പിരിക്കുക അല്ലേ. ഇപ്പോൾ ടെൻറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കേണ്ട പരിപാടിയാണ് നോക്കേണ്ടത്. ഈ തൽക്കാലം ഈ പൗച്ച് എടുത്തിട്ട് അരയിലവിടെ കെട്ട. ഇവിടെ ഒരു ആവശ്യത്തിൽ കൂടുതൽ എന്താ പറയുക നിശബ്ദത, അതും ഒരു പേടിക്കേണ്ട വിഷയമാണ്. ഇങ്ങനെ നിശബ്ദത ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഈ ടൈഗറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ് ഇങ്ങനെ കൂടുതൽ നിശബ്ദത ഉണ്ടാകുക. എന്തായാലും വരുന്ന വഴി തങ്ങൂലല്ലോ, നോക്കാം. പിന്നിൽ നല്ല അടിപൊളി വ്യൂവാ. നമ്മൾ വന്ന വഴിയാണ് കേട്ടോ അത്. അവിടെ ഒരു വൈറ്റ് ഒരു വാട്ടർ ടാങ്ക് തന്നെ ആവാനാണ് സാധ്യത. ഒരു വാട്ടർ ടാങ്ക് ഉണ്ടോ, ആ ടാങ്കിൻ്റെ ഇടയിലൊരു പച്ചപ്പ് ഉണ്ടോ, അതിലെ അങ്ങോട്ടേക്ക് പോകുന്ന ആ വഴി കൂടെയാണ് നമ്മൾ വന്നത്. അടിപൊളി കാഴ്ചയുള്ള സ്ഥലമാണ്, പക്ഷേ നല്ല പേടിയുണ്ട് മനസ്സിൽ. നോക്കാം എന്തായാലും. ഇനി 3 ദിവസം ഇവിടെ നിൽക്കേണ്ടതാണല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു പ്ലാനിങ്ങിൽ വന്നതാണ്. ഇനിയിപ്പം ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി വെള്ളം താഴെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ ശുദ്ധജലമാണ്, ഇത് കുടിക്കാൻ പറ്റിയ ജലമാണ്. ഇത് ഡാമിൻ്റെ വെള്ളമാണ്, അതുകൊണ്ട് വെള്ളം എത്ര വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഓക്കെ. എന്തോ വിമാനം മറ്റേ ഫ്ലൈറ്റ് പോകുന്ന ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ഇതിന് ചുറ്റും കാടാണ് കേട്ടാ. ഇത് ഈ ഭാഗത്തൊക്കെ കാടാണ്. പിന്നെ ഇങ്ങേ ഭാഗത്ത് കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നിൽ മലയാണ്, ഇങ്ങേ സൈഡും കാടാണ്. ഇത് മൊത്തമായിട്ട് വെള്ളം, ഈ ഡാമിൻ്റെ ഈ നദി ഉണ്ടല്ലോ, ഈ നദി മൊത്തമായി ചുറ്റും വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഇതൊരു ദ്വീപായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു കിളിയണ്ട. കുറച്ച് വെള്ളം കുടിക്കട്ടെ, നല്ല ദാഹം. വാട്ടർ ബാഗിലുണ്ട്, നിറച്ചിട്ടില്ല. നിറച്ച് കൊണ്ടുവരാൻ ഭയങ്കര വെയിറ്റ് അല്ലേ. അപ്പോൾ അതും ഇതുമെല്ലാം ആയിട്ട് നടക്കുമ്പോഴത്തേക്ക് ഒരു 5-6 കിലോ വെയിറ്റ് കൂടും. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡാമാണല്ലോ, ഡാമിൻ്റെ വെള്ളത്തിൽ നിന്ന് നിറക്കാമല്ലോ വാട്ടർ ബാഗിൽ. അപ്പം മഴ ചാറ്റൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കുക്കിങ്ങിൻ്റെ പരിപാടി നോക്കട്ടെ, എന്തെങ്കിലും കഴിക്കണം. വിശക്കാണ്, രാവിലെ ഇറങ്ങിയല്ലേ. കുറേ നേരം ആ ബോട്ടിൽ എനിക്ക് തോന്നുന്നൊരു 1 മണിക്കൂറിൻ്റെ മേലെ ആ തോണിയിൽ ഇങ്ങോട്ടേക്ക് വരാനെടുത്തു. പിന്നെ കുറച്ച് നടന്നു, അതൊക്കെ കഴിഞ്ഞിപ്പോൾ 2-3 മണിക്കൂർ അങ്ങനെ അങ്ങ് വേസ്റ്റായതല്ല, അങ്ങനെ അങ്ങ് സ്പെൻഡായി. ഇനിയിപ്പോൾ നല്ല മഴക്കാർ കാണുന്നുണ്ട്. മഴ എങ്ങനെയാണ് പെയ്ത് കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്നൊന്നും അറിയില്ല. നോക്കാം. ഇതിൻ്റെ മേലയിൽ റെയിൻ പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇതുണ്ട, ഇതൊരു വേറെ ലെയറാണ്, ഇത് വേറെ ലെയറാണ്. അപ്പോൾ റെയിൻ ഇതിൻ്റെ മേലെ നിന്ന് അങ്ങ് പോവുക. പിന്നെ താഴെ ഗ്രൗണ്ടിലുള്ള വെള്ളമാണ് പ്രശ്നം. അപ്പോൾ നോക്കാം. ഹാമക്കും ഉണ്ട്, ടെൻറ്റും ഉണ്ട്, എല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ 3 ദിവസം ഉണ്ടല്ലോ. കടുവ, പുലി അതൊക്കെ ഉള്ളതാണ് പേടി കേട്ടാ, ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എൻ്റെ ഒരു ചിന്ത വെച്ചിട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് മാൻകൂട്ടങ്ങളാണോ എന്നൊരു സംശയമാണ്. അങ്ങോട്ടേക്ക് കാട്ടിനുള്ളിലേക്ക് കയറി പോയിട്ടുണ്ട്. നോക്കാം. മഴ പെയ്ത് കേട്ടാ, പെട്ടെന്ന് ക്യാമറ സേഫ് ആക്കട്ടെ.
നല്ല മഴ പെയ്തപ്പോൾ ടെൻറ്റിനകത്തേക്ക് കയറിയാട്ടാ. കഴിഞ്ഞ തവണ മഴ കൊണ്ടിട്ട് 3-4 ദിവസമാണ് പനിച്ചിട്ട് കിടന്നത്. മഴ കൊണ്ടോണ്ടല്ല, ഞാൻ ഇവിടുന്ന് നാട്ടിലേക്ക് നാട്ടിലേക്ക് പോയ സമയത്ത് അവിടെ പോയപ്പോൾ വീട്ടിലെല്ലാവർക്കും പനി. അങ്ങനെ പകർന്നതാണോ എന്നറിയില്ല. 3-4 ദിവസമാണ് പനി. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ മഴ നിന്ന പോലെ തോന്നുന്നുണ്ട് ചേട്ടാ. തുറന്നു നോക്കട്ടെ എന്താ സ്ഥിതി. ആ മഴ നിന്ന് കേട്ടാ, മഴ നിന്ന്. എന്താ നല്ല തണുപ്പ് വന്നു കേട്ടാ മഴ പെയ്തപ്പോൾ. ഇത്രയും ചെറിയൊരു വെയിലുണ്ടായിരുന്നു, ഇപ്പം മഴ പെയ്തപ്പോൾ നല്ല തണുപ്പ് കയറി. ഇപ്പോൾ ചെറിയ ചാറ്റൽ മഴ ഉണ്ട് കേട്ടാ. ചെറിയ ചാറ്റൽ മഴ ഉണ്ട്. പെട്ടെന്ന് തന്നെ കുക്കിങ്ങിൻ്റെ പരിപാടി നോക്കട്ടെ. പണിക്കാരൻ അവിടെയുള്ളത്, അങ്ങേ സൈഡിലാക്കി കണ്ടിട്ടുള്ളത്. അവിടെ പോട്ടെ. ഞാൻ കുറച്ച് വെള്ളം താഴ്ന്നെടുത്തോണ്ട് വന്നു. ഇതിനകത്തെ കഴുകാനൊക്കെ എടുക്കാം. കുടിക്കാൻ ഉപയോഗിക്കാൻ പറ്റില്ല, അത് കുടിക്കാൻ പറ്റും, അത് തെളിഞ്ഞത് കിട്ടണം. ഒരാളവിടെ അതാ ബോട്ടിൽ വന്ന് തോണിയിൽ വന്ന് മീനെ പിടിക്കുന്നുണ്ട് കേട്ടാ. ആ തായല് കൊട്ടവഞ്ചി അല്ലേ? കൊട്ടവഞ്ചി. ഇവിടെ തായല് ആരോ വന്ന് മീനെ പിടിക്കുന്നുണ്ട് കേട്ടാ. കൊട്ടവഞ്ചിയിൽ വന്നിട്ട് കാണിച്ചു തരാം. ചേട്ടാ ഇവിടെ മീനെ കിട്ടാറുണ്ടോ? അതെയാ, കൊട്ടവഞ്ചി നിങ്ങളാ? അപ്പൊ നിങ്ങൾ അക്കരെ ഇങ്ങനെ തുഴഞ്ഞിങ്ങനെ വരിക? തുഴഞ്ഞു വരും അല്ലേ? ചേട്ടൻ അക്കരെ നിന്ന് വരുന്നതാണ് തുഴഞ്ഞിട്ട് ഇവിടെ മീനെ പിടിക്കാൻ വേണ്ടി. ഇവിടെ വേറെ എന്താ വർഗം അങ്ങനെ എന്തെങ്കിലും എടുക്കോ? ഇവിടുന്ന് വിറകെടുത്തിട്ട് അങ്ങ് പോകും അല്ലേ? ഇവിടെ രാത്രിയാകുമ്പോൾ ശ്രദ്ധിക്കണം അല്ലേ, പുലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ. ഇവിടെ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ മാനും മറ്റേ കാട്ടാടൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പം പുലിയും ഇതൊക്കെ വരും. കടുവ ഇത് വെള്ളം നീന്തി വരാൻ സാധ്യതയുള്ള സ്ഥലമാണ് ഇതൊക്കെ. ഈ ചേട്ടന് കിട്ടിയ മീൻ കേട്ടാ. ഏതാ മീൻ ഇത്? ഫിലോപ്പി അല്ലേ? എന്താ എര എന്താ വളർത്തിയത്? മണ്ണിരയാ? അവിടെ മീൻ ചാടുന്നുണ്ടല്ലോ. അവിടെ തന്നെ കറക്റ്റ്. ഇപ്പൊ ചേട്ടന് അവിടെ നിന്ന് മീനെ പിടിച്ചോണ്ടിരിക്കുക. ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. പുള്ളി പറഞ്ഞാൽ അങ്ങനെ വലിയ സ്കോപ്പൊന്നുമില്ല, എന്നാലും ഇടക്കിടക്ക് ഇങ്ങനെ ചൂണ്ടിലിട്ട് നോക്കൂ, ചിലപ്പോൾ 2-3 എണ്ണം കിട്ടും എന്ന് പറഞ്ഞു. നമ്മളെ ടെന്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. എന്തായി ചോറ്? ഒരു മീൻ കിട്ടി. പുള്ളി അക്കരന്ന് മറ്റേ വഞ്ചിയും തുവഞ്ചി വരുന്ന. അതെ, ചൂണ്ടലിടണം. ചൂണ്ടലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കേട്ടാ. അപ്പൊ ഈ പ്രാവശ്യത്തെ നമ്മളെ പ്ലാന് എര നമുക്ക് പിടിക്കാലോ. അത് മണ്ണിര കിട്ടും ഇഷ്ടം പോലെ. ചോറ് കൊണ്ടിട്ടേ ഇന്ന് ചൂണ്ടലിടേണ്ട പരിപാടിയാണ്. മൊത്തം ഫിഷിങ്ങാ. അതെ, ഫിഷ് സെറ്റ് അടിപൊളി. നമ്മളെ ചിക്കനും കാര്യങ്ങളൊക്കെ റെഡി ആകുന്നുണ്ട്. അതെ അതെ, ഇതാ ഇതിപ്പോ നമ്മൾ കൊണ്ടുവന്ന ചിക്കനാ. ഇന്ന് ഇപ്പോൾ ഉള്ള അവസ്ഥക്ക് വേണ്ടി ഇത് മാത്രം സെറ്റാക്കി തയ്യാറാക്കേണ്ട പരിപാടിയാണ്. ഇനിയിപ്പോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്തേക്ക് മാത്രം. ഇനിയിപ്പോ രാത്രിയത്തേക്കുള്ള ഫുഡ് ഫിഷിങ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. പുള്ളി അവിടുന്ന് ഫിഷ് ചെയ്യുന്നുണ്ട്, കാണില്ലേ? തരുമൊക്കെ ചെയ്യും. അവര് വീട്ടിലേക്ക് പിടിക്കാന്നാ പറഞ്ഞത്. ഓക്കെ. ടെൻ്റൊക്കെ പാറ കേട്ടാ. അതിന്
മറ്റേ ക്ലിപ്പ് ചെയ്യണം, പിച്ച് ചെയ്യണം ടെൻറ്റ്, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അതാണ്ടാ ഓക്കെ. കറി ഏകദേശം പതച്ച് വരുന്നുണ്ട് കേട്ടോ. റൈസ് സെറ്റായിട്ടുണ്ട്. കറിയും കൂടി സെറ്റായി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാം. അപ്പോൾ അതാവട്ടെ, കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുക്കല്ലേ. എടാ ഡ്രോൺ ഇടാ. ഡ്രോൺ അങ്ങോട്ട് പോയി. എവിടെ? അതോ അയ്യോ, ആ മരത്തുമ്മ കുടുങ്ങിയടാ. ആ ക്യാമറ ഓഫ്. ഇതൊക്കെ എവിടെ? എടാ ഇപ്പൊ വെള്ളത്തിൽ പോയനടാ. എവിടെയല്ലേ? പൊന്നെ നോക്ക്, അങ്ങോട്ട് അങ്ങനെ ഇറങ്ങ. അതോ ഒരു വെള്ള വെള്ളത്തിൽ പോയനടാ. എടാ ഡ്രോൺ അത് വെള്ളത്തിൽ ജസ്റ്റ് മിസ്സാണല്ലോ. മിസ്സടാ. ഇത് പിടിക്കാൻ എടുക്കാം. ഇറങ്ങാൻ പറ്റുമോ? എടുക്കാൻ പറ്റുമോ? കുഴപ്പമില്ല. എടാ അവിടെ താഴെ കുഴിയട്ടോ. നോക്കട്ടെ, നേരെ വെള്ളത്തേക്ക് പോയി. നോക്കട്ടെ. പുല്ലിൽ പിടിക്കേ. പുല്ലിന്റെ അടിവശത്ത് പിടിക്കണേ. ഇങ്ങനെ അടിവശത്ത് നോക്കട്ടോ. ഇത് മോനെ ജസ്റ്റ് മിസ്സിങ്. മഴയും വന്നടോ. നോക്കണട്ടോ, നോക്കണേ. കയറുന്നില്ലല്ലേ? കയറില്ലടാ. ഇത് നീ കുറ്റിച്ചെടിയുമേ പിടിക്കേ. ഇവിടെ പിടിക്കുക. അതുപോലത്തെ അടിയിൽ ഇതേപോലത്തെ ചെടീൻ്റെ അടിയിൽ ഓരോ സ്റ്റെപ്പ് പിടിച്ചിറങ്ങ. നോക്കണട്ടോ, മുള്ള്. നീ പിടിച്ചത് മുള്ളാണ്. അയ്യോ, റിസ്കി ഗെയിമാണല്ലോ ഈ ഡ്രോൺ പറപ്പിക്കല്. എൻ്റെ പൊന്നെ, ഈ അറിയാത്തൊരു പണി ചെയ്താലുള്ള പരിപാടി ഇതാ. പിടിക്കാനും സ്ഥലമില്ല. ഓയ്യോ, ഇത് കൊക്കയാണ്. ഇവിടെ നോക്കണട്ടോ, കുറച്ചുകൂടി മേളുവത്ത്. ഒരു ബടി എന്തെങ്കിലും കിട്ടോ? ഓ, വടിയും കൊണ്ട് കിട്ടൂടാ. താഴത്ത് താന്നു പോവും. എടോ എന്താ ചെയ്യാ? ഞാൻ ആ ഷീറ്റ് തരട്ടെ, വലിയ നീളമുള്ള ആ ഷീറ്റ്. ഇതിവിടെ ഒരു വടി. ആ വടിമ പിടിച്ചിട്ടോ. ഇപ്പറ സൈഡാ. ഇപ്പറ സൈഡാ. അയ്യോ, വടിയും കൊണ്ട് തൊട്ടേ താട്ട് പോവില്ലേ? ഇല്ല. എന്തൊരു കഷ്ടം. ഇതിപ്പോ ഞാനൊരു വടീന്റെ മേലെയാണ് നിക്കുന്നല്ലേ. നോക്കിട്ടോ, ചവിട്ടി നോക്കണേ. പോയിട്ടോ. നീ താഴ്ട്ട് പോലെ ഡ്രോൺ പോയാ പോയിക്കോട്ടെ. ഡ്രോൺ പോയാ എവിടെ? മഴ ഇപ്പൊ ഇങ്ങനെ കേറും. നോക്കിവാ, അവിടെ കുഴിയട്ടോ. ഒരു ഭാഗ്യം മോനെ, ജസ്റ്റ് മിസ്സിങ് ആട്ടോ. ഡ്രോൺ കേറും. നോക്കി കേറുന്ന ഈ ഡ്രോൺ ആരെങ്കിലും പിടിക്കണം. നല്ല കയറി ചാടിയ പിടിക്കാൻ പറ്റുമോ? ഇട്ടോക്ക് പിടിക്കോ? നോക്കട്ടെ. വീണോ? താട്ടു. അതാ കിടക്കുന്നു. എന്താ പൊന്നെ, ഇത് ഇവിടെ നിലയില്ല. അതായിരുന്നു താഴെ. ഈ കാടിലാ ഞാൻ തൂങ്ങിക്കിടക്ക്. താഴെ വെള്ളല്ലേ? പൊന്നെ, എൻ്റെ ഈ ചിറകിന്റെ സാധനം പൊട്ടിയോ? കുഴപ്പമില്ല. എന്നല്ലടാ, സാറില്ല. നോക്കി കയറിട്ടോ. എന്നാ കൈ പിടി. നോക്ക്. പൊന്നെ, കാണിച്ചു കൊടുത്തേ. ഇതൊക്കെയാ ഇവിടുന്ന് എടുത്തേ ഡ്രോണ്. അവിടെ ഈ നിലം കാണുന്ന ഇത് നിലയല്ല, ഇത് കാട്. ചെടി ഇങ്ങനെ കാടായി കിടക്കുക. ആ കാട്ടിൽ നിന്നിട്ടാണ് എടുക്കാൻ വന്നത്. അയ്യോ, അവിടെ ഇറങ്ങിയപ്പോ മനസ്സിലായത് അവിടെ നിലയില്ലാന്ന്. ഭാഗ്യത്തിനാണ്. ഇങ്ങനെ ഡ്രോണ് ഒരുപാട് ഇൻസിഡന്റ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ ഡ്രോൺ തന്നെ മൂന്നാമത്തെ ലൈവായിട്ട് ഒന്നും നിങ്ങൾ കണ്ടില്ലേ? നമ്മളെ ഡ്രോൺ മൂന്നാമത്തെ വട്ടമാണ് നമ്മുടെ ഈ ഡ്രോൺ പോണത് കേട്ടോ. എങ്ങനെ കണ്ടോ? എവിടെയാ തട്ടിയേ? അയ്യോ, ഇത് ഒട്ടിച്ചാൽ മതിയല്ലേ? നോക്കാം. ഒട്ടിക്കാം. ഭാഗ്യം.
എൻ്റെ പൊന്ന് ഞാനവിടെ കടന്നിട്ട് ഡ്രോണ് നേരെ ഹൈറ്റിലേക്ക് പോകുന്ന ഒരു ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളീനെ ഏൽപ്പിച്ച. എനിക്ക് തോന്നുന്ന മഴച്ചാട്ടിലുണ്ട്, അതുകൊണ്ട് അതിൻ്റെ കൺട്രോൾ പോയതാന്ന് തോന്നുന്നു അല്ലേ? ആയിരിക്കും അല്ലേ? തന്നെ ആയിരിക്കും. ഇതൊക്കെയാണ് വിഷയം. ഡ്രോണ് നിങ്ങൾ കാണുന്ന വിഷ്വലൊക്കെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ടാണ് കേട്ടോ. ഇപ്പോൾ ഡ്രോണ് ഇപ്പോൾ അഥവാ ജസ്റ്റ് മിസ്സ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിലേക്കാണ് പോവുക. പിന്നെ നല്ല ഹൈറ്റുള്ള വെള്ളമാണ്, പുറത്ത് ഇറങ്ങിയിട്ട് പോലും എടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം ഫുഡ് കഴിക്കട്ടെ. മഴ വന്നു, മഴ പോയി, അതാ വന്നു, പോയി, പിന്നെയും മഴ വന്നു. ഇതന്നെ സ്ഥിതി അല്ലേ? അപ്പോൾ പാത്രം എടുത്തിട്ടേ ഫുഡ് കഴിക്കേണ്ട പരിപാടി നോക്കട്ടെ. നല്ല ക്ഷീണമുണ്ട്, നല്ല വിശപ്പുണ്ട്. കറി ഇവിടെ തന്നെ ഇരിക്കല്ലേ? ആ, അവിടെ ഇരിക്കല്ലേ? സ്കൂളിൽ കഞ്ഞിയും പയറും കിട്ടണ മാതിരി പാത്രം മുട്ടി വരിക. അയ്യോ അയ്യോ, വെന്തിട്ടില്ലേ? കഞ്ഞിയല്ലേ? അത് മതി. കഞ്ഞിയാണ് കേട്ടോ. ചോറായിരുന്നു പ്ലാന്. ചോറായിരുന്നു ഞങ്ങളെ പ്ലാൻ, പക്ഷെ അത് കഞ്ഞിയായി. ആയി കഞ്ഞിയായി. കുഴപ്പമില്ല അല്ലേ? ഒന്നുമില്ല, തൽക്കാലം വിശപ്പടക്കാനുള്ള സംഗതികളാണ് വേണ്ടത്. ഒരു വറ്റ് കളയാൻ പാടില്ലേ? ഒറ്റ കളയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് സർവൈവ് ചെയ്യുമാണ് ഈ ഫുഡിന്റെയും വെള്ളത്തിന്റെ ഒക്കെ വില മനസ്സിലാവും. എന്താടാ സെറ്റപ്പ്, നല്ല സ്മെല്ല്. അടിപൊളി ചിക്കൻ കറി, കഞ്ഞി 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 കം റൈസ്. എങ്ങനെയുണ്ട്? അടിപൊളി. എന്താ സെറ്റപ്പ്. ഓ ആഹാ, അടിപൊളിയല്ലേ? നടന്ന് ക്ഷീണം കൊണ്ടാണോ അല്ലെങ്കിൽ ശരിക്കും ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? റേഷൻ അരിയല്ലേ ഇത്? അടിപൊളിയാട്ടാ, സൂപ്പർ. വേഗം വേവാൻ വേണ്ടിട്ട് റേഷൻ അരി കൊണ്ടുവന്ന കുക്കറും കൂടി ആയതുകൊണ്ട് പെട്ടെന്ന് വന്നു. പക്ഷെ ഇത് കുറച്ചിട്ട് ചോറായിരുന്നെങ്കിൽ അടിപൊളിയാണ്. ചോറ് തന്നെയാണ്, മീൻസ് വെള്ളമല്ലോ. അല്ല, ഇതിന് കൂടെ കുറച്ച് തൈര് കൂടി ഉണ്ടായി പൊളിച്ചാൽ. ഇനി ഇത് കഴിച്ചിട്ട് ഒറ്റ ഉറക്കം. ടെന്റ് കയറി ഒന്ന് മാങ്ങ. ഇത്രയും ഭംഗിയുള്ള ഈ സ്ഥലത്ത് വന്നിട്ട് ഇതേപോലെ ഒരു കഞ്ഞിയും ചിക്കൻ കറിയൊന്നും ഉണ്ടാക്കി കഴിച്ചിട്ട് പിന്നെ ഞാൻ തന്നെ ജീവിക്കുന്നല്ലേ. അരവാ കാണുന്ന ഏതാ അറിയില്ല. അത് നോക്കടാ, നായ. ഇത് മറ്റേ അയാളെ നായ ആയിരിക്കും. മീൻകാരൻ ഇപ്പൊ വന്നിട്ടില്ലേ മീൻ പിടിക്കാൻ, അയാള് ആ ഭാഗത്ത് അങ്ങനെ വന്നേയിരിക്കും, ആ കൊട്ടവഞ്ചിയില്. അയാളെ കൂടെ ഉണ്ടായിരുന്നല്ലോ നേരത്തെ. ഇതെങ്ങനെ വഞ്ചിയിൽ വരികയും? വഞ്ചിയിൽ ഇരിക്കുമല്ലോ, അത് വഞ്ചി സ്ഥലം ഉണ്ടല്ലോ. പിന്നിൽ നോക്കിക്കോട്ടാ, എന്തെങ്കിലും ഉണ്ടെങ്കിലോ. ഇത് മൊത്തം തീർത്തട്ടോ. മഴ വന്ന് പോയത് അറിഞ്ഞില്ല അല്ലേ? ഇവിടുത്തെ മഴ അങ്ങനെ. മഴ ഇടക്കിടക്ക് കൂടുക അല്ലേ? ഇത് തിന്നു കഴിഞ്ഞിട്ട് സെറ്റാക്കാം അല്ലേ? ക്യാമറ ഒക്കെ നനയും. ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ. ഉണ്ടല്ലേ?
ഇത് എവിടെ നിന്ന് വരുന്ന? ഇത് അയാളെ കൂടെ തന്നെ വന്നതാണോ? ഇത് അതിന് പൊട്ടൊക്കെ തൊട്ടെടുത്തു. ചാറ് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? പോവട്ടി എടുത്തേക്ക് വരില്ലേട്ടാ. എന്താ അതിൽ ചിക്കൻ? ഇതൊക്കെ താഴെ കൊണ്ടു കഴിക്കാലടാ. കടിക്കരുത് കേട്ടോ. ഇനി വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഫുഡ് കഴിക്കലും ഫുഡ് ഉണ്ടാക്കലും ടെൻ്റ് അടിക്കലും ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ കുറച്ച് നേരം ഒന്ന് മയങ്ങണം, ക്ഷീണമൊക്കെ മാറ്റണം. നടന്നു വന്ന ക്ഷീണം. പിന്നെ രാവിലെ തൊട്ടേ ഒന്നും ഫുഡ് കഴിച്ചില്ല. ഇപ്പോൾ ഉച്ച കഴിഞ്ഞിപ്പോൾ വൈകുന്നേരം ആവാനായി ഏകദേശം. ഇപ്പം കുറച്ച് നേരം ഒന്ന് മയങ്ങുമ്പോഴത്തേക്ക് സൂര്യാസ്തമയമാവും. അത് കഴിഞ്ഞിട്ട് രാത്രിയുള്ള വൈബ് എങ്ങനെയാണെന്നുള്ളത് വരുന്ന വഴിക്ക് കാണാം. ഒന്നും ഒരു പ്രഡിക്ഷനും ഇല്ല, എന്താ സംഭവിക്കാൻ പോകുന്നത് ഒന്നും അറിയില്ല. ഇതൊക്കെയാണ് ഒരു രസം അല്ലേ? ആ പട്ടി അവിടെ നിന്ന് കറങ്ങി നടക്കുന്നുണ്ട്, നോക്കട്ടെ. അപ്പോൾ പാത്രമൊക്കെ കഴുകി ഇനി ഒന്ന് റെസ്റ്റ് എടുക്കാമെന്നായിരിക്കും. കുറേ നേരമായില്ലേ, അപ്പോൾ കുറച്ച് റെസ്റ്റ് അനിവാര്യമാണ്. ടെൻ്റൊക്കെ ഫുള്ള് നഞ്ഞ കേട്ടാ മഴയത്ത്. ഇനി ടെൻറ്റിനകത്തേക്ക് കയറിയിട്ട് മഴയും കൊണ്ട് കുറച്ച് നേരം മയങ്ങാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇതുവരെയുള്ള വിശേഷം. സോ ഫാർ സോ ഗുഡ്, ഒന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. ഇതുവരെ വേറെ വന്യജീവികളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇനി കുറച്ചേരം ഒന്ന് മയങ്ങട്ടെ. ബാക്കി ടെൻറ്റ് ചെറുതായിട്ടൊന്ന് നനഞ്ഞിട്ടുണ്ട്, അത് വലിയ വിഷയമില്ല. മഴ ഇപ്പം നിന്നിട്ടുള്ള. ഇപ്പോൾ കുറച്ചേരം കടന്നിട്ട് നല്ലൊരു ഉന്മേഷത്തോടു കൂടി എണീച്ചിട്ട് ഇനിയിപ്പോൾ ഒരു ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഫിഷിങ്ങാണ് ഇന്നത്തെ ഈ ഒരു ക്യാമ്പിങ്ങിൻ്റെ മെയിൻ നമ്മുടെ ഉദ്ദേശം. അതും കൂടി ചെയ്തിട്ട് നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഫിഷിങ്. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അതൊന്നും മറക്കണ്ട. ഓക്കെ, അപ്പോൾ ഉറങ്ങി എണീച്ചിട്ട് കാണാം.